രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിൽ അയോധ്യ. ചടങ്ങിന് മുന്നോടിയായുള്ള പൂജകൾ ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഉദ്ഘാടന ദിവസം ദർശനത്തിന് അവസരമില്ലെങ്കിലും കടുത്ത തണുപ്പിനെ അവഗണിച്ചെത്തുന്ന ഭക്തസംഘങ്ങൾ അയോധ്യ നഗരത്തിൽ നിറയുകയാണ്. അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ഒപ്പം എസ് വിജയകുമാറും നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. പ്രതിഷ്ഠാ ചടങ്ങ് നാളെ, അതിനു മുമ്പുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയാവുന്നു. അത് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അയോധ്യയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ, ഒപ്പം തന്നെ ഇനിയുള്ള ചടങ്ങുകൾ എങ്ങനെയായിരിക്കും ആർക്ക്? രഞ്ജിത്ത്, ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തയ്യാറായി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും 2 നിലകളിലാണ്, 3 നിലകളുള്ള ക്ഷേത്രത്തിന്റെ 2 നിലകളാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കി ഇരിക്കുന്നത്. 3ാം നിലയുടെ ഈ ബാക്കി കർമ്മങ്ങളും പണിയും ഒക്കെ പൂർത്തിയാകുന്നത് അടുത്ത ഈ ജൂലൈയിലായിരിക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചടങ്ങുകളുടെ മുഖ്യ യജമാനനാകുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ളതാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 12:20 നാളെ 12:20 ആരംഭിക്കുന്നത്. അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. 12:20 കഴിഞ്ഞ് ഉള്ള സമയത്ത് ഈ പൂജകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് 84 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന അഭിജിത്ത് മുഹൂർത്തം എത്തും. ആ മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടക്കുക. മൂലമന്ത്രം ഉപദേശിച്ചതിന് ശേഷം പ്രതിമയ്ക്ക് പ്രാണൻ നൽകുന്നതായിരിക്കും ഉണ്ടാവുക. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ 84 സെക്കൻഡ് ഈ അഭിജിത്ത് മുഹൂർത്തം കഴിഞ്ഞാൽ ആ സമയത്ത് ഈ രാമവിഗ്രഹത്തിന്റെ അഥവാ പുതിയ രാംലല്ലയുടെ കണ്ണുകൾ മുഖപടം അണിഞ്ഞ രീതിയിലായിരിക്കും. അതിനുശേഷം ഈ മുഖപടം മാറ്റി അഞ്ജനം എഴുതും. ഈ കണ്ണുകളിൽ അഞ്ജനം എഴുതിയ ശ്രീരാമ വിഗ്രഹത്തെ അഥവാ പുതിയ രാംലല്ലയെ ആദ്യം ദർശിക്കുന്നത് കണ്ണാടി വഴി വിഗ്രഹം തന്നെയായിരിക്കും വിഗ്രഹത്തെ കാണുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ളവർക്ക് ഈ ദർശനാനുമതി ഉണ്ടാവുക. പ്രധാനമന്ത്രി അടക്കമുള്ള 5 പേരായിരിക്കും ആദ്യം ദർശനം നടത്തുന്നത്. അതിൽ RSSന്റെ അധ്യക്ഷൻ, ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി, ഒപ്പം ഗവർണർ അടക്കമുള്ള മുഖ്യപൂജാരി അടക്കമുള്ളവരാണ് ഈ 5 പേർ. 56 ഇനങ്ങൾ അടങ്ങുന്ന ഇനങ്ങളായിരിക്കും ആദ്യം നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമവിഗ്രഹത്തിൽ ആരതി നടത്തും. ആരതി നടത്തിയതിന് ശേഷം ആകും പ്രധാനമന്ത്രി ഈ മുഖ്യ കവാടം തുറന്ന് ക്ഷേത്രം രാമഭക്തർക്കായിട്ട് സമർപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഈ മുഖ്യ കവാടം തുറന്ന് പ്രധാനമന്ത്രി നൽകുന്നതോടുകൂടി ആ ചടങ്ങുകൾ അവസാനിക്കും. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി 10:30 മണിയോടുകൂടിയായിരിക്കും അയോധ്യയിൽ എത്തിച്ചേരുക. അദ്ദേഹം അതിനുശേഷം 11 മണിയോടുകൂടി രാമക്ഷേത്രത്തിലേക്ക് വരും. അവിടെ അദ്ദേഹം സിംഹദ്വാർ വഴിയായിരിക്കും അകത്തേക്ക് എത്തുക, ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുക. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. രാമക്ഷേത്രം പുഷ്പാലങ്കൃതമാക്കി എല്ലായിടങ്ങളും എന്ന രീതിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ മറ്റ് പൂജകൾ, ഇന്ന് രാവിലെ നടന്ന കലശം അടക്കമുള്ള പൂജകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി നാളത്തെ പ്രാണപ്രതിഷ്ഠയിലേക്ക് ആണ് പോകുന്നത്. ആ സമയത്താണ് അയോധ്യയിൽ ഇപ്പോൾ വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്നത്. ഈ ഭക്തജനങ്ങൾക്കറിയാം അവർക്ക് നാളെ ദർശനം ലഭിക്കില്ല എന്നുള്ളത്. പക്ഷേ ഈ കടുത്ത തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇവിടേക്ക് ഈ എത്തുന്ന ആളുകൾ ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ അയോധ്യയിൽ തങ്ങും. 23-ാം തീയതി മുതലായിരിക്കും ദർശന അനുമതി ലഭിക്കുക. പ്രതിദിനം 1 ലക്ഷം പേർക്ക് ദർശനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് അഥവാ ശ്രമമാണ് ഇപ്പോൾ ട്രസ്റ്റ് നടത്തുന്നത്. ഏതായാലും വലിയ ആഘോഷലഹരിയിലാണ് ഇപ്പോൾ അയോധ്യ. നഗരത്തിന്റെ എല്ലാ മേഖലകളിലും, അത് രാമബദൽ അടക്കം ഭക്തിബദൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിരത്തിന് ഇരുവശവും വലിയ രീതിയിലുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നിരത്തുകളിൽ ഇരുവശത്തും പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഒപ്പം സ്വാഗത കമാനങ്ങളും ഒക്കെ അണിനിരത്തിക്കൊണ്ട് നാളത്തെ ഉദ്ഘാടന ചടങ്ങിനെ വർണ്ണാഭമാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്.
ശരി, ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, അതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വിശദീകരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, അയോധ്യയിലേക്ക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഇന്ന് ഈ വൈകുന്നേരം, ഇന്ന് ഈ സന്ധ്യാസമയത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെയാണ് അയോധ്യയിൽ, വിജയകുമാർ? ശ്രീജിത്ത്, ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഒരു പതിവ് കാഴ്ച കാണുകയാണ്. ഇവിടേക്ക് അയോധ്യ നഗരത്തിലേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്ന് തീർത്ഥാടകർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഈ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് വരരുത്, പിന്നീട് തീർത്ഥാടനത്തിനെത്താം എന്ന്. പക്ഷേ അതൊക്കെ മറികടന്ന് പതിനായിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നതാണ് ഈ സന്ധ്യാസമയത്തെയും ദൃശ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് അയോധ്യ നഗരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. ഈ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ക്ഷേത്ര കവാടം എത്തും. പക്ഷേ അവിടെ ആളുകൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഘോഷയാത്രയായി, തീർത്ഥയാത്രയായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഥിയുടെ ഇരുഭാഗത്തും കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. രാമകഥ അനുസ്മരിച്ചുകൊണ്ടുള്ള വിവിധ നൃത്തരൂപങ്ങള്, ഈ രാമകഥ സരത് സാഗരം പോലെയുള്ള കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ആ നിലയിലുള്ള പരിപാടികൾ, സംഗീത പരിപാടികൾ, രാജ്യത്തെ പ്രമുഖ കലാകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നാളത്തെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇടയിലും രാജ്യത്തെ പ്രധാനപ്പെട്ട വാദ്യകലാകാരന്മാരുടെ ഒരു പ്രത്യേക ഫ്യൂഷൻ അവിടെ ഉണ്ടാകുമെന്നാണ് ഇന്ന് ഈ അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നതിൽ അവരൊരു സസ്പെൻസ് കാത്തു സൂക്ഷിക്കുകയാണ്. ഏതാണ്ട് 50ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക സംഗീത പരിപാടി അവിടെ ഉണ്ടാകും. അതിന് മുന്നോടിയായി പ്രധാനമന്ത്രിയൊക്കെ എത്തുമ്പോഴേക്ക് ആ പരിപാടി അവിടെ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഇത്രയും ആളുകളുടെ സുരക്ഷ എന്നതാണ് രജിത്ത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉത്തർപ്രദേശ് പോലീസിലെ വിവിധ വിഭാഗങ്ങൾ ഈ നഗരത്തിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് ഈ ആളുകളെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരു 3 നിരയിലുള്ള സുരക്ഷാ ക്രമീകരണം ഇതിനോടകം നിലവിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് നാളത്തെ ഈ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ഉത്സവ, ആർക്കെ പറഞ്ഞതുപോലെ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. അതിനിടയിലും ചില വിഷയങ്ങൾ, ചില വിവാദ വിഷയങ്ങളിലൂടെ പരാമർശിച്ചു പോകാതിരിക്കുന്നില്ല അറിയിച്ചിട്ട്. അതിലൊന്ന്, ഇന്ന് ഇപ്പോൾ വൈകിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഈ നാളത്തെ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം സ്റ്റാലിൻ സർക്കാർ വിലക്കി എന്നതാണ്. അവിടുത്തെ ജനങ്ങളെ ഇത് കാണിക്കാൻ അനുവദിക്കുന്നില്ല. അവിടെ DMKയുടെ യുവജന വിഭാഗത്തിന്റെ സമ്മേളനം നടക്കുന്നുണ്ട്. അതിന്റെ ശ്രദ്ധ മാറാതിരിക്കാൻ രാമക്ഷേത്ര ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ പ്രാണപ്രതിഷ്ഠ തമിഴ്നാട്ടിൽ കാണിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചു. DMK അത് നിരാകരിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ് ആരോപണമെന്ന് പറയുന്നു. മറ്റൊന്ന്, ഹിമാചൽ പ്രദേശ് സർക്കാർ അവധി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ അവധി പ്രഖ്യാപിച്ചതിനെ ചൊല്ലി വിവാദം ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അത് മേമ്പൊടിയായി വിവാദങ്ങളുണ്ട്. അപ്പോഴും ഉത്സവാന്തരീക്ഷത്തിൽ ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. പ്രധാനമന്ത്രി 10:25 എയർപോർട്ടിലെത്തും. 10:50 അദ്ദേഹം അയോധ്യ നഗരത്തിലെത്തും. അദ്ദേഹം സരയുവിൽ സ്നാനം ചെയ്തേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. 11:30 മുതൽ 12:30 വരെ അദ്ദേഹം അമ്പലത്തിലുണ്ടാകും, ക്ഷേത്രത്തിലുണ്ടാകും. അതിൽ ഏതാണ്ട് 12:30 എന്ന് പറയുന്ന 12:20 12:30 ഇടയ്ക്കാണ് അഭിജിത്ത് മുഹൂർത്തം, ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് ജ്യോതിഷികൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 7000ഓളം ആളുകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ദൂരദർശനാണ് ഈ പരിപാടിയുടെ ടെലികാസ്റ്റിനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത്. മറ്റു വാർത്താ ഏജൻസികൾക്കും അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രാജ്യത്ത് മുഴുവൻ ഇത് എത്തിക്കുന്നതിനുള്ള ക്രമീകരണം വേറെ തരത്തിൽ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ ആരൊക്കെ എത്തും എന്നതിന്റെ കൗതുകം ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ക്ഷണം ലഭിച്ചതിൽ വലിയ വിഭാഗം ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് ഇന്ന് അയോധ്യ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വക്താക്കൾ അറിയിച്ചിരിക്കുന്നത്. റീജിത്ത്, ശരി, രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് അയോധ്യയുള്ളത്. അയോധ്യയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് വിജയകുമാർ. ഒപ്പം തന്നെ ആർ രാധാകൃഷ്ണൻ.